സോ ഹലോ ഡിയർ വ്യൂവേഴ്സ്. സോ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലെ സേഡി സിംഗിന്റെ ക്യാരക്ടർ എന്തായിരിക്കുമെന്ന് കുറച്ച് ലീക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണം. സോ ലീക്സ് എന്താണെന്ന് നോക്കാം. ഈ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലർ വന്ന് കുറച്ച് വീക്സ് ആയി. പക്ഷേ ഈ സേഡി സിംഗിന്റെ ക്യാരക്ടറിനെ കുറിച്ച് വലിയ ലീക്സ് ഒന്നും തന്നെ കിട്ടിയില്ല. അതിലവർ സേഡി സിംഗിനെ അത്ര കാണിച്ചിട്ടുകൂടെ ഇല്ല. സേഡി സിംഗ് ഒരു മൈനർ വില്ലൻ റോൾ പ്ലേ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ റൂമേഴ്സ് ഒക്കെ കിട്ടിയത്. പക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റത്തില്ല. സോ നമ്മുടെ ബ്രാൻഡ് ന്യൂ ഡേയുടെ മെയിൻ വില്ലൻ ആരാണെന്നും പിന്നെ നമ്മുടെ സേഡി സിംഗിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ നോക്കാം. സോ ട്രെയിലറിലോട്ടുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വില്ലന്റെ പേര് തന്നെ അവർ അതിൽ ടീസ് ചെയ്തിട്ടുണ്ട്, ഗ്രീൻ ജാക്കൽ. യെസ്, ഗ്രീൻ ജാക്കൽ എന്ന് പറഞ്ഞ ഒരു വില്ലൻ സ്പൈഡർമാൻ ഈ കോമിക്കിലുണ്ട്. പക്ഷെ അതേ വില്ലന്റെ പേര് മാത്രമാണ് ടീച്ചറിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോ അതിൽ ട്രെയിലറിൽ മിസ്ലീഡ് ചെയ്തതായിരിക്കും. ചിലപ്പോൾ അത് അവർ സിനിമയിൽ കൊണ്ടുവരാതെ നമ്മളിങ്ങനെ മിസ്ലീഡ് ചെയ്ത് വേറെ വല്ല മെയിൻ വില്ലന്മാരെ കൊണ്ടുവരാനായിരിക്കും അവരുടെ പ്ലാൻ. പക്ഷെ ഗ്രീൻ ജാക്കൽ വരാനും ചാൻസ് ഉണ്ട്. കാരണം എന്തെന്ന് നമുക്ക് വീഡിയോ തന്നെ നോക്കാം. സോ ഫസ്റ്റ് ഗ്രീൻ ജാക്കലിന്റെ കാര്യം അവർ പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ഈ സേഡി സിംഗിന്റെ ക്യാരക്ടർ എന്താണെന്ന് വിശദമായി നോക്കാം. സോ സേഡി സിംഗിന്റെ ക്യാരക്ടർ എന്താണെന്നൊരു 3 ഗസ് ഉണ്ട്. ഇത് ഇൻസൈഡേഴ്സ് തന്ന ലീക്സ് ആണ്. അപ്പൊ അതൊക്കെ എന്താണെന്ന് നോക്കാം. ഈ 3 ഗസ്സിൽ ഫസ്റ്റത്തെ ഗസ് ആണോ നോക്കിയാൽ ആരെന്ന് നോക്കിയാൽ നമുക്ക് നേരത്തെ കുറച്ച് ഇതായിരിക്കുന്നു. കുറച്ച് സ്ട്രോങ് റൂമർ ജീൻ ഗ്രേ, അതായത് സേഡി സിംഗ് ജീൻ ഗ്രേ ആയിട്ടാണ് അഭിനയിക്കുന്നതെന്ന് കുറച്ച് റൂമേഴ്സ് ഉണ്ട്. അതും സ്ട്രോങ് റൂമേഴ്സ് ആണ് ഇതൊക്കെ. പിന്നെ മറ്റേ ലീക്കായ പിക്ചർ നോക്കിയാൽ അതില് സേഡി സിംഗ് റെഡ് ഹെയർ വിത്ത് ഗ്രീൻ ഡ്രസ്സിലാണുള്ളത്. നമ്മുടെ ജീൻ ഗ്രേയുടെ ഡ്രസ്സും ഗ്രീൻ ആണ്. സോ അതും ഒരു ലീഡാണ്. പിന്നെ ഈ സേഡി സിംഗിന്റെ ഈ സിനിമയിൽ ടെലിപ്പത്തിക്കൽ പവേഴ്സ് ഉണ്ടെന്നാണ് കുറച്ച് റൂമേഴ്സ് കിട്ടിയത്. സോ അതും ജീൻ ഗ്രേക്കുള്ള പവേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ വെച്ചാണ് ജീൻ ഗ്രേ ആയിട്ടാണ് അഭിനയിക്കുന്നതെന്നും ലീക്സ് ഉണ്ട്. പിന്നെ ഈ സിനിമ ഒഫീഷ്യലി സീക്രട്ട് വാർസുമായി കണക്റ്റഡ് ആണ്, ഡയറക്ട്ലി കണക്റ്റഡ് ആയ സിനിമയാണ്. അതുകൊണ്ട് സേഡി സിംഗ് സീക്രട്ട് വാർസിൽ വരുമെന്ന് ഒഫീഷ്യലി കൺഫേംഡ് ആയ ന്യൂസ് ആണ്. അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ വന്നായിരുന്നു. ബിക്കോസ് ഈ സീക്രട്ട് വാർസ് നമ്മുടെ ഇപ്പോഴത്തെ MCUവിനെ ചെറുതായിട്ടൊന്ന് റീബൂട്ട് ചെയ്യും, ചെറിയൊരു സോഫ്റ്റ് റീബൂട്ട്. സോ അത് കഴിഞ്ഞ് ഏത് സാഗയാണെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂട്ടൻ സാഗ. അത് കഴിഞ്ഞ് മ്യൂട്ടൻ സാഗയാണ് മാർവൽ കിക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് സേഡി സിംഗിനെ ആ മ്യൂട്ടൻ സാഗയിലോട്ട് കൊണ്ടുവരാനായിരിക്കും മാർവലിന്റെ പ്ലാൻ. അങ്ങനെ സേഡി സിംഗ് ആണ് ഈ മാർവൽ യൂണിവേഴ്സിലെ ഫസ്റ്റ് മ്യൂട്ടന്റ് എന്നും പറയാൻ സാധ്യതകളുണ്ട്. ഇൻഫാക്ട് കുറെ ട്രസ്റ്റബിൾ ഇൻസൈഡേഴ്സും സേഡി സിംഗ് ജീൻ ഗ്രേ റോളാണ് പ്ലേ ചെയ്യുന്നതെന്നാണ് കുറെ ലീക്സ് തന്നിട്ടുള്ളത്. ബട്ട് അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഇപ്പോ സേഡി സിംഗിനെ ഒരു യങ് ക്യാരക്ടറായിട്ട്, ബട്ട് അവിടെ ഒരു പ്രശ്നമുണ്ട്. അത് കാരണം സേഡി സിംഗിന് ഒരു യങ് ക്യാരക്ടറായിട്ടാണ് ഈ ബ്രാൻഡ് ന്യൂ ഡേയിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഡൂംസ്ഡേ ട്രെയിലർ ഈ ടീസറിൽ കാണിച്ചിട്ടുള്ള ഈ എക്സ്മെൻ എല്ലാം കുറച്ച് ഏജ്ഡ്, ഒരു മിഡിൽ ഏജ്ഡ്, അങ്ങനെയാണ് കുറച്ച് ഏജ്ഡ് ആയ ക്യാരക്ടേഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സീക്രട്ട് വാർസ് കഴിഞ്ഞ് മ്യൂട്ടൻ സാഗയിൽ ഇതേ ഏജ്ഡ് എക്സ്മെൻസിനെ കൊണ്ടുവരുമോ അതോ പുതിയ യങ് ആയിട്ടുള്ള എക്സ്മെനെ കൊണ്ടുവരുമോ എന്നറിയില്ല. സോ അതാണ് ഈ എക്സ്മെൻ ഏജ്ഡ് ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഈ ജീൻ ഗ്രേ ഏജ്ഡ് ആയിരിക്കുന്നത്, അതും കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. പിന്നെ ഈ ജീൻ ഗ്രേ എക്സ്മെൻ യൂണിവേഴ്സിൽ അകപ്പെടുന്ന ജീൻ ഗ്രേ എങ്ങനെയാണ് MCUവിൽ, അതായത് ഇതുവരെ MCUവിൽ മ്യൂട്ടൻസിനെ ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ ജീൻ ഗ്രേ ഈ MCUവിൽ വന്നതെന്നും കുറെ ഡൗട്ട് ഉണ്ട്. അല്ലാതെ ഈ സേഡി സിംഗ് ജീൻ ഗ്രേ ക്യാരക്ടർ റോൾ പ്ലേ ചെയ്യാതെയും പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ട്രെയിലറിൽ തന്നെ നോക്കിയാൽ ഏതോ ഒരു ക്യാരക്ടർ ഇങ്ങനെ കുറച്ച് പോലീസ് ഓഫീസിനെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു സീനുണ്ട്. പക്ഷേ അത് നോക്കിയാൽ 1 by 1 ആയിട്ടാണ് മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ജീൻ ഗ്രേയുടെ പവർ അങ്ങനെയില്ല. ജീൻ ഗ്രേക്ക് ഒറ്റ സെക്കൻഡിൽ തന്നെ എല്ലാവരും ഒരുമിച്ച് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ അതും ചില ഡൗട്ട്സ് ഒരു സൈഡ് ഫാൻസിന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു 50-50 ചാൻസേ ഉള്ളൂ ജീൻ ഗ്രേ ആയിട്ട് സേഡി സിംഗ് പ്ലേ ചെയ്യാൻ. സോ നോക്കാം. സോ രണ്ടാമത്തെ ഗസ്, അതായത് സേഡി സിംഗ് രണ്ടാമത് ഒരു വേറെ ഏതെങ്കിലും ക്യാരക്ടർ പ്ലേ ചെയ്യാനും ചാൻസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ക്യാരക്ടർ ഇത് നോക്കിയാൽ റേച്ചൽ സമ്മേഴ്സ്. സോ ഈ റേച്ചൽ സമ്മേഴ്സ് ആരെന്ന് നോക്കിയാൽ അതായത് ഈ ജീൻ ഗ്രേന്റെയും സൈക്ലോപ്സിന്റെയും മകൾ, അവരുടെ ഡോട്ടറാണ് ഈ റേച്ചൽ സമ്മേഴ്സ്. പക്ഷെ ഇതുവരെ MCUവിൽ നമ്മുടെ സൈക്ലോപ്സിനെയും കാണിച്ചിട്ടില്ല, ജീൻ ഗ്രേനെയും കാണിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയായിരിക്കും ഇവർ ഇതിനെ കൊണ്ടുവരണമെന്നും അറിയില്ല. പിന്നെ ഇതുവരെ റിലീസായ ടീസേഴ്സ് വെച്ച് നോക്കിയാലും ഫാന്റാസ്റ്റിക് ഫോറിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വെച്ച് നോക്കിയാലും ചെറിയ ലിങ്ക്സ് അവിടെ ഇവിടെ ഉണ്ട്. കാരണം ഡോക്ടർ ഡൂമിന് ആവശ്യം ഇപ്പോ കിഡ്സിനെയാണ്. അതായത് ഡൂംസ്ഡേയുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ടീസറിൽ നോക്കിയാൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഒരു കൊച്ചുള്ളതായിട്ട് കാണാം. പിന്നെ മറ്റേ തോറിന്റെ ടീസറിൽ നോക്കിയാൽ തോറ് എന്തിനു വേണ്ടി കരയുന്നത്, അതായത് അതിൽ ലവിനെയും കാണിച്ചിട്ടുണ്ട്, തോറിന്റെ മകൾ. പിന്നെ ഫാന്റാസ്റ്റിക് ഫോർ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, അതിൽ നമ്മുടെ ഡൂം വന്ന് ഫ്രാങ്ക്ലിൻ റിച്ചർഡ്സിന്റെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് കാണാം. സോ ചിലപ്പോ പിന്നെ ഒരു കാര്യം വിട്ടു, ബ്ലാക്ക് പാന്തറിന്റെ ട്രെയിലർ കാണിച്ചിട്ടുണ്ട്. അതിൽ കിങ് ടിച്ചാലയ്ക്ക് ഒരു മകനുള്ളതായും ബ്ലാക്ക് പാന്തർ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ തന്നെ കൺഫേം ആയി. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡൂമിന് ആവശ്യം കുട്ടികളെ ആയിരിക്കാം, അവരുടെ പവേഴ്സിന് വേണ്ടിയായിരിക്കും ഡൂം വരുന്നത്. സോ റേച്ചൽ സമ്മേഴ്സും ജീൻ ഗ്രേയുടെയും സൈക്ലോപ്സിന്റെയും കൊച്ചാണ്, ഒരു ടീനേജ്
ടീനേജ് ഗേൾ. അപ്പോ ആ കൊച്ചിനെ ആവശ്യം ആയിരിക്കാം ഡൂമിന്. പക്ഷേ റേച്ചൽ സമ്മേഴ്സ് എങ്ങനെ നമ്മുടെ MCU യൂണിവേഴ്സിൽ വന്നെന്ന് ഇതുവരെ തന്നെ കൺഫേം ആയിട്ടില്ല. ചിലപ്പോൾ ബ്രാൻഡിയുടെ തന്നെ അവർ പറയുമായിരിക്കും. പക്ഷേ ഈ സേഡി സിങ്ക് ഗവൺമെന്റ് കൺട്രോളിലുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് ടീസറിൽ തന്നെ കാണിച്ചിരിക്കുന്നത്, അതായത് ട്രെയിലറിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ റൂമേഴ്സ് വെച്ച് നോക്കിയാൽ അവര് റൂമേഴ്സിന് കൺഫേം ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് കൺട്രോളിലാണ് സേഡി സിങ്ക് ഉള്ളതെന്ന്. സോ അതെങ്ങനെയാണ് സിനിമ വർക്കായെന്ന് അറിയില്ല. സോ നോക്കാം, അതാണ്. പിന്നെ മറ്റേ ഡ്രസ് കോഡ് നോക്കിയാൽ റേച്ചൽ സമ്മേഴ്സിന് സെയിം റെഡ് ഹെയർ വിത്ത് ഗ്രീൻ ഡ്രസ്സൊക്കെയാണ് റേച്ചൽ സമ്മേഴ്സ് ഇട്ടിരിക്കുന്നത്. നിങ്ങളെ കോമിക് പാനൽസ് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ ടൈം ലൈനാണ് പ്രശ്നം. ഈ യൂണിവേഴ്സിൽ എങ്ങനെയാണ് സേഡി സിങ്ക് ഈ വേറൊരു ക്യാരക്ടറായിട്ട് ഈ മ്യൂട്ടന്റ് ആയിട്ട് എങ്ങനെ സെറ്റ് ആകുമെന്നാണ് ഇതുവരെ മനസ്സിലാകാത്ത. സോ നെക്സ്റ്റ് നോക്കാം. ഈ തേർഡ് ഓപ്ഷൻ ആരാണെന്ന് നോക്കിയാൽ ദി ക്വീൻ അല്ലെങ്കിൽ സ്പൈഡർ ക്വീൻ എന്നറിയപ്പെടുന്ന ആനാസോറ. ഈ ആനാസോറ ക്യാരക്ടർ അത്ര ഫേമസ് അല്ല, എന്നാലും കോമിക്കിൽ ചെറിയ റോൾസ് ഒക്കെ ഉണ്ട്. പക്ഷേ സേഡി സിങ്കിനെ പോലെ ആനാസോറയ്ക്ക് ഈ റെഡ് ഹെയറോ അല്ലാതെ ഗ്രീൻ ഡ്രസ് കോഡോ അങ്ങനെ ഒന്നുമില്ല. അത് ഡിഫറെന്റ് ക്യാരക്ടറാണ്. പിന്നെ ഈ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറിനൊക്കെ കുറച്ച് കോംപ്ലക്സ് ആണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ ഒരു വേൾഡ് വാർ 2 എക്സിസ്റ്റ് ആവുന്ന ഒരു ക്യാരക്ടർ കണക്കാണ് കാണിച്ചിട്ടുള്ളത് കോമിക്. അതായത് സിനിമയിൽ ഇതിൽ വന്നിട്ടില്ല കോമിക്. ഷീ ഈസ് ഓൾസോ എ മ്യൂട്ടന്റ്. ഈ ആനാസോറ ഒരു നോർമൽ ഹോമോസേപ്പിയൻസ് അല്ലേ, ഇത് ഹോമോ ഇൻസെക്ടസ് എന്നൊരു ജീനാണ് ഇവളുടെ, അങ്ങനെയാണ് ഇവര് വിശേഷിപ്പിക്കുന്നത്. സോ ഒരു മൂന്നിൽ ഇവളുടെ ബോഡിയിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒരു ഇൻസെക്ട് DNA ആണ് ഉള്ളത്. പിന്നെ ഈ ഇൻസെക്ട് DNA മാർവൽ കോമിക്കിൽ 3 ഒരാൾക്ക് കാണും. സോ ഇൻസെക്ട് DNA ഉള്ളവരെ ഈ അനാസോറയ്ക്ക് കൺട്രോളിൽ എടുക്കാൻ പറ്റും. ഓൾസോ ഇൻസെക്ട്സിനെയും കൺട്രോളിൽ എടുക്കാൻ സാധിക്കും. സോ സ്പൈഡർമാൻ ഇൻസെക്ട് DNA ആണല്ലോ. പിന്നെ നമ്മളെ ട്രെയിലറിൽ കണ്ട പോലെ ഇവക്കും ഈ ഒരാളെ ഒരു സമയം തന്നെ എടുക്കാൻ പറ്റും. അതായത് ഈ കുറെ പേര് ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല, 1 by 1. അതായത് നമ്മളെ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ 1 by 1 ആയിട്ട് കൺട്രോൾ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചെറിയ അനാസോറിയെ സേഡി സിങ്ക് പ്ലേ ചെയ്യുന്നതെന്നും ചെറിയ ഡൗട്ട്സ് ഉണ്ട്. സോ അതുകൊണ്ടായിരിക്കാം സേഡി സിങ്ക് ഇപ്പോൾ ആനാസോറിയ റോളാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ ഇവരൊരു ഡിഫറെന്റ് DNA ആയിട്ട് ജനിച്ചത് കൊണ്ടായിരിക്കാം ഗവൺമെന്റ് വിളിച്ച് റിസർച്ച് ചെയ്യുന്നു. സോ അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. പിന്നെ ഈ ക്യാരക്ടർ എങ്ങനെ MCUവിൽ കണക്ട് ആവുമെന്ന് നോക്കിയാൽ അവിടെയാണ് നമ്മുടെ ഗ്രീൻ ജാക്കലിന്റെ വരവ്. ഈ ഗ്രീൻ ജാക്കൽ ആരെന്ന് നോക്കിയാൽ ഈ എംപയർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റിയിൽ ബയോ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു ആളാണ്, ഒരു പ്രൊഫസറാണ് നമ്മുടെ ഗ്രീൻ ജാക്കൽ. പേര് മൈൽസ് വോറൻ എന്നാണ്. ഇപ്പൊ നമ്മളെ ട്രെയിലറിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ പീറ്റർ പാർക്കർ അതേ സെയിം യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ആ ജാക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് ആ പേര് കാണാൻ പറ്റും, യൂണിവേഴ്സിറ്റിന്റെ പേര്. ടെക്നിക്കലി ഗ്രീൻ ജാക്കൽ അതായത് മൈൽസ് വോറൻ ഈ ഹ്യൂമൻ ക്ലോണിങ്ങിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. സോ ഇയാൾക്ക് സ്പൈഡർമാന്റെ DNA ആവശ്യമാണ്. സോ സ്പൈഡർമാനെ കണക്ക് കുറെ ക്ലോൺസിനെ ഉണ്ടാക്കാനാണ് ഇയാളുടെ പ്ലാൻ. സോ കോമിക്കിൽ ഈ സ്പൈഡർമാന്റെ ക്ലോണൊക്കെ ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ അക്രോസ് ദി സ്പൈഡർ വേഴ്സ് സിനിമയിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ക്യാരക്ടർ വരത്തില്ല, പക്ഷെ ഈ ഗ്രീൻ ജാക്കൽ ഉണ്ടാക്കിയ ഒരു ക്ലോൺ സ്പൈഡർമാൻ അതാകെ സിനിമയിൽ കാണാൻ കഴിയും. പക്ഷെ ഇയാൾ ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന, അതായത് കോമിക്കിലെ സ്റ്റോറിയാണ്, ഇതുവരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എല്ലാ ക്ലോൺസും ഒരു ഫിക്സഡ് ടൈം കഴിഞ്ഞാൽ അതിനൊന്നും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് അത്ര എഫിഷ്യന്റ് അല്ല. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആനാസോറിയ വന്ന് നമ്മുടെ ഗ്രീൻ ജാക്കലിന്റെ അടുത്ത് പറയും സ്വന്തം DNA, അതായത് ആനാസോറിയുടെ സ്വന്തം DNA തന്നെ കൊടുത്തിട്ട് സ്പൈഡർമാന്റെ DNA മിക്സ് ചെയ്ത് ഒരു പുതിയൊരു വൈറസ് ഉണ്ടാക്കാൻ വേണ്ടി പറയും. സോ ആ പുതിയ വൈറസ് വെച്ച് നമ്മുടെ ഗ്രീൻ ജാക്കൽ ഈ വേറെ ഹ്യൂമൻസിനല്ലേ പുതിയ വൈറസ് അങ്ങ് ഇതാക്കിക്കൊള്ളും. സോ ആ പുതിയ വൈറസ് നമ്മുടെ ഗ്രീൻ ജാക്കൽ എല്ലാ ഹ്യൂമൻസിനും ഇൻഫെക്ട് ആക്കി കൊടുക്കണം. അതാണ് അവരുടെ പ്ലാൻ. സോ ആനാസോറിയക്ക് എല്ലാ ഹ്യൂമൻസിനെയും കൺട്രോൾ എടുക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ആനാസോറി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് ഗ്രീൻ ജാക്കലിന് അറിയാമോന്നറിയില്ല. സോ നമ്മുടെ ഗ്രീൻ ജാക്കൽ സ്പൈഡർമാന്റെ DNA എടുക്കാൻ വേണ്ടി നമ്മുടെ ടാരാന്റൂല, പണിഷർ, പിന്നെ സ്കോർപ്പിയൻ ഇവരെയൊക്കെ അയക്കും, അതായത് കോമിക്കൽ. സോ ആ വില്ലന്മാരെ നമുക്ക് ഈ ട്രെയിലറിൽ നോക്കിയാലും കാണാൻ കഴിയും. സോ അതൊക്കെ ഒരു കണക്ട് ഉണ്ട്. പക്ഷെ ട്രെയിലറിൽ മൈൽസ് വോറനെ കാണിച്ചിട്ടില്ല. പക്ഷെ ഗ്രീൻ ജാക്കൽ എന്ന് പറഞ്ഞ പേരൊരിടത്ത് കാണാൻ സാധിക്കും. സോ മൈൽസ് വോറൻ വരുമോ എന്ന് സിനിമയെ നോക്കാം. സോ ബ്രാൻഡിയുടെ മൂവിയിൽ ആ കോമിക്കിലെ പോലെ ഗ്രീൻ ജാക്കൽ സ്പൈഡർമാന്റെ DNA എടുക്കാനായിരിക്കും വില്ലന്മാരെയൊക്കെ ഗ്യാദർ ചെയ്ത് അയക്കുന്നത്. സോ കോമിക്കിലെ പോലെ സെയിം സ്റ്റോറി കൊണ്ടുവരത്തില്ലായിരിക്കും. ചെറിയ അതിന്റെ ഒരു 1 ലൈൻ മാത്രം എടുത്ത് ഒരു ഡിഫറെന്റ് സ്ക്രീൻ പ്ലേ എടുത്ത് സ്റ്റോറി ചെയ്യുമായിരിക്കും. ഇപ്പൊ ഈ സ്റ്റോറി പറഞ്ഞപ്പോ തന്നെ നല്ല കോംപ്ലക്സ് ആണ്. അതും കോമിക്കിൽ തന്നെ ഈ സ്റ്റോറി നല്ല കട്ടിയാണ്. സോ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ കൺഫ്യൂഷൻ ആയിരിക്കും, അത് ഇങ്ങനെ അവര് സിനിമയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അറിയില്ല. അതാണ് പറഞ്ഞത്, ചെറിയൊരു 1 ലൈൻ മാത്രം എടുത്ത് സ്റ്റോറി വേറെ അവര് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുമായിരിക്കും. സോ ഇത്രയുള്ള അപ്ഡേറ്റ്സിനെ കുറിച്ച് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ താഴെ ഇടൂ. സോ പോകുന്നതിന് മുമ്പ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കിടിലൻ അമേസിംഗ് വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.